ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട സ്പെഷ്യൽ ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഗാർലിക് ബ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു 4-5 ചെറിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചതച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇതിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ്. അപ്പോൾ ബട്ടർ വന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. നമ്മുടെ ബ്രെഡിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ബട്ടർ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇഷ്ടം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താലും മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലാക്സ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ച് കൂടുതൽ ചേർത്തേക്കണം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സായി കിട്ടും. ഞാനിപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ 4 ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മിക്സാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരല്പം ബട്ടറിൻ്റെ മിക്സ് എടുത്ത് ഓരോ ബ്രെഡിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ലതുപോലെ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് വെക്കാം. പക്ഷേ ഈ ഒരു അളവാണ് കറക്റ്റായിട്ട് എടുക്കേണ്ടത്. നമ്മൾ എല്ലാ ബ്രെഡിലും ഒരു സൈഡ് മാത്രം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിലും ബട്ടറൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് 2 ബ്രെഡ് മാറ്റി വെച്ചിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും വന്നിട്ട് 2 ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചീസാണ്. ഞാനിപ്പോൾ മൊസറല്ലയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഈ ചീസിൻ്റെ അളവ് കൂട്ടാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ ചീസെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പാച്ചില കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ചീസും ബ്രെഡും ഒക്കെ നല്ലതുപോലെ ഒന്ന് പ്രസ്സായിട്ട് കിട്ടും. നല്ലതുപോലെ ഇതൊന്ന് സ്റ്റിക്കി ആയിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിപ്പോൾ 2 ബ്രെഡും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശ തവയെല്ലാം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബ്രെഡ് സ്ലൈസും ഒന്ന് വെച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫ്ലെയിം നന്നായിട്ട് സിമ്മിൽ തന്നെ ഇട്ടിരിക്കണം. എന്നിട്ട് വേണം ഇത് ടോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോയിട്ട് ക്രിസ്പി ഇല്ലാതെ കിട്ടും. നമ്മുടെ ഈ 2 ബ്രെഡും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വന്ന ബട്ടറിൻ്റെ മിക്സ് കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഗാർലിക് ബ്രെഡ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ചീസ് ഇല്ലാതെ 2 സൈഡ് നമ്മുടെ ബട്ടറിൻ്റെ മിക്സ് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രൈങ് പാനിൽ വെച്ചിട്ട് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ബട്ടറിൻ്റെ മിക്സ് എല്ലാം ഈ ബ്രെഡിലേക്ക് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ സിമ്മിലിട്ടിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് കളറ് മാറി കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 2 ബ്രെഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളറ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗാർലിക് ബ്രെഡാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് നമ്മുടെ വീട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു മയനൈസാണ്. അപ്പോൾ ഞാൻ മയനൈസിൻ്റെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിൽ എങ്ങനെ നല്ലൊരു മയനൈസ് തയ്യാറാക്കി എടുക്കാമെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഇത് 2 നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും.
അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.